ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പച്ചമാങ്ങ വെച്ച് അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറിയാണ് റെഡിയാക്കുന്നത്. നല്ല തിക്ക് ഗ്രേവിയോട് കൂടി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറിയാണ്. മാങ്ങാക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നല്ല പുളിയുള്ള പച്ചമാങ്ങ എടുത്ത് നന്നായി വാഷ് ചെയ്ത ശേഷം തൊലി കളഞ്ഞൊന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതുപോലെ നീളത്തിൽ കുറച്ച് തിക്കായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം നമുക്ക് ഒരു സവാള കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പോളം ചുവന്നുള്ളി കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 3 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും 1 പീസ് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാങ്ങയിൽ ഓൾറെഡി കുറച്ച് ഉപ്പ് ചേർത്ത് വെച്ചതാണ്, അപ്പോൾ കുറച്ച് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ കൈവച്ച് തിരുമ്പി മിക്സ് ചെയ്തെടുക്കണം. സവാളയെല്ലാം നല്ല തിന്നായി തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും ഇതിൻ്റെ കൂടെ ചെറുതായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഇനി തേങ്ങയുടെ 2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലോട്ട് 1.5 കപ്പ് 2 പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. കറി കുക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി തന്നെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ കറി ഇവിടെ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് കൂടെ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും മാങ്ങയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കും. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. ഇപ്പം മാങ്ങയെല്ലാം നന്നായി കുക്കായി കറിയെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ സമയം 1 പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. 1.5 കപ്പോളം 1 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഓവറായിട്ട് തിളച്ച് വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു തിള വരുന്ന സമയത്ത് തന്നെ നമുക്കിത് ഓഫ് ചെയ്തൊന്ന് താളിച്ചെടുക്കാം. കറി ഇപ്പോൾ ചെറുതായി ഒന്ന് ബോയിലായി വരുന്നുണ്ട്. ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. താളിക്കാനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 6ഓളം ചുവന്നുള്ളി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി എല്ലാം നന്നായി തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ചുവന്നുള്ളി എല്ലാം ഇവിടെ കളർ മാറി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ട് 2 ബിരിയാണി മുളക് കട്ട് ചെയ്ത് വെച്ചതും കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബിരിയാണി മുളകിന് പകരം നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബിരിയാണി മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും
ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്